പാലാ മാത്രം പറഞ്ഞാൽ മതിയോ? പാലായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആദ്യമായിട്ട് ജനവിധി മാനിക്കുന്നു. വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും പാലായി മാത്രമല്ല പല സ്ഥലങ്ങളിൽ കേരള സംസ്ഥാനം ഒട്ടാകെ ഗ്രാമപഞ്ചായത്തിൻ്റെയാണ് നമുക്ക് കുറച്ചൊക്കെ ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത്. മറ്റേത് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോഴും അതിൻ്റെ കൗണ്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാലും ജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികൾ, പാലാ ഉൾപ്പെടെയുള്ള കോട്ടയം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾ, അത് ഏത് മുന്നണിയാകട്ടെ, അത് UDF ആകട്ടെ, LDF ആകട്ടെ, അത് NDA ആകട്ടെ, ഏത് മുന്നിലുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ച മുഴുവൻ പേരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. മാത്രമല്ല ജനവിധി ഞങ്ങൾ മാനിക്കുന്നു. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി, വളരെ ഡീറ്റെയിലായിട്ട് എന്താണ് പരിശോധിച്ച് അവിടെ ഏതെങ്കിലും തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട്. ഏതെങ്കിലും തരംഗമുണ്ടോ? ഒരു UDF തരംഗമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതല്ല, നമ്മളിപ്പം നമുക്ക് ചില സ്ഥലങ്ങളിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസൾട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്സഭ എടുക്കുകയാണെങ്കിൽ അവിടെ ലോക്സഭയിൽ നമ്മൾ കണ്ടത് ഒരു ലോക്സഭ മാത്രമാണ് LDF ജയിച്ചത്, മറ്റ് മുഴുവൻ UDF ജയിക്കുകയുണ്ടായി. അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ 100-ൽ പരം നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ UDFന് ലീഡുണ്ടായിരുന്നു. അപ്പോൾ ഇത് പലതരത്തിലുള്ള നമ്മൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കില്ല ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും. അപ്പം ഇത് കൃത്യമായി ഇത് സമയമെടുത്ത് ഇതിൻ്റെ പൂർണ്ണ വിവരം വന്നതിന് ശേഷമാണ് നമുക്ക് പഠിച്ചിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ, ഇപ്പോൾ ലോക്സഭയുടെ വെച്ച് നോക്കുമ്പോൾ അത്രയും ആഴത്തിലൊന്നും ഈ കാര്യങ്ങൾ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. LDF വന്നതിന് ശേഷം, LDFിലേക്ക് കേരള കോൺഗ്രസ് വന്നതിന് ശേഷം വലിയ മുന്നേറ്റം ജില്ലയിൽ ഉണ്ടാക്കിയില്ല. പക്ഷേ ഇത്തവണ അത് ഇല്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട്. ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 2-ലെ ചിഹ്നത്തിൽ വിജയിച്ചത് 10 സ്ഥാനാർത്ഥികളായിരുന്നു. ഈ പ്രാവശ്യവും 2-ലെ ചിഹ്നത്തിൽ ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജയിച്ചത് 10 സ്ഥാനാർത്ഥികൾ തന്നെ ഈ പ്രാവശ്യം വിജയിച്ചു. പക്ഷെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചുരുങ്ങിയ വോട്ടുകൾക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുതയാണ്. സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാണ്, സർക്കാരിന് ഏറ്റവും തിരിച്ചടിയാണ്. സർക്കാരിൻ്റെ വികസനങ്ങൾ പറഞ്ഞാണല്ലോ നിങ്ങൾ വോട്ട് ചോദിച്ചത്. ഇതിനകത്ത് പല സ്ഥലങ്ങളിലും അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുകളുണ്ട്. അതെപ്പോഴും അത് പ്രത്യക്ഷമായി നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ് വികസനം പുറകോട്ട് പോയത്, അത് ക്ഷേമ പെൻഷനാകട്ടെ, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം, ഇതിലെല്ലാം മുന്നിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിക്കണമല്ലോ. അതല്ല സൗജന്യ വാഗ്ദാനങ്ങൾ എന്നുള്ളതല്ല, അത് അർഹതപ്പെട്ട അതല്ലേ. പലപ്പോഴും UDF തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്തത് കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഏതൊക്കെയാലും LDFിൻ്റെ യോഗങ്ങളുണ്ട്, അത് അടുത്ത ദിവസം തന്നെയുണ്ട്. തീർച്ചയായും ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും. ഘടകകക്ഷി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സഖ്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആണ്. അപ്പോൾ സ്വതന്ത്രമായി ചർച്ച അങ്ങനെ നടക്കുമോ? അല്ല, നമ്മൾ ഭരണം പിടിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ആത്യന്തികമായ ഒരു നിലപാടെടുത്തു. ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. അത് UDF കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കി. അതിനുശേഷം നമുക്കറിയാം വളരെ വിഷമവും പ്രയാസങ്ങളും ഒക്കെ കേരള കോൺഗ്രസ് കടന്നുപോയി. ഇപ്പോഴും ആ സംഘടനാപരമായി ബലത്തിലാണ് നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ മുന്നണിക്കകത്ത് മറ്റ് സ്ഥലങ്ങളിൽ കാണിക്കുന്നത് പോലെ വലിയ സമ്മർദ്ദം പുലർത്തിയൊന്നുമല്ല. അത് എവിടെയാണോ നമ്മൾ ജനവിധി എങ്ങനെയാണോ അത് ഈ തീരുമാനിക്കേണ്ടതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇപ്പോൾ നമുക്ക് ഭരണം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ഇക്വേഷൻസ് അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ള ആ രീതി ജനം എന്താ ആഗ്രഹിക്കാനാണ് ഞങ്ങൾ കൂട്ടുകെട്ട് പാലായിൽ മാത്രമാണ് സംസ്ഥാന വ്യാപകമായിട്ടുണ്ടായിരുന്നത്. അത് ചില പ്രത്യേക മേഖലകളിൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ശ്രദ്ധിക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇങ്ങനെയൊരു കൂട്ടുകെട്ട് UDFും മറ്റ് കക്ഷികളുമായിട്ടുണ്ടായിരുന്നു. അത് ചില മേഖലയിൽ വോട്ടർമാർ തന്നെ അത് റിയലൈസ് ചെയ്തു. ഇപ്പോൾ മുത്തോലി പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം BJP അവിടെ ഭരിച്ചു, പക്ഷേ ചില കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിപ്പം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് എവിടെയാണ്? UDF നഷ്ടപ്പെടുകയാണ്. കിടങ്ങൂർ പഞ്ചായത്ത് ഇതേ രീതിയിൽ തന്നെ അവിടെ BJP ഭരിച്ചു, പക്ഷേ അവിടെ നഷ്ടപ്പെട്ടത് UDF ആണ്. പക്ഷേ ആ കിടങ്ങൂർ പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിച്ചു. പക്ഷേ അവിടെ വോട്ടർമാർക്ക് എന്താണ് ഉണ്ടായത് എന്നുള്ള
ആ എന്താണ് അവർ മനസ്സിലാക്കി. അപ്പോൾ എപ്പോഴും അവരെ തെറ്റിദ്ധരിപ്പി അല്ലെങ്കിൽ അവരെ ഒരു അല്ലെങ്കിൽ ഒരു തെറ്റിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ എവിടെയാണ് കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോട്ടയത്ത് പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട്. യാതിരമ്പുഴയിൽ ജിം അലക്സിനെ സ്ഥാനാർത്ഥിയാക്കിയ ജോസ് കെ മാണിയുടെ ഒരു തന്ത്രപരമായ ഒരു ഓപ്പറേഷൻ, പക്ഷേ അതൊക്കെ പൊളിയാണ്. പക്ഷേ ഇത് പൊളിയലും ഇതല്ല. ഈ നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ എപ്പോഴും നമ്മൾ വിജയപരാജയങ്ങളുണ്ട് അല്ലേ? ആ വിജയപരാജയങ്ങൾ ചില മേഖലകൾ UDF വളരെയധികം സ്വാധീനമുള്ള മേഖല അതിനുമ്പോഴുണ്ട്. അവിടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി അവിടെ നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടേണ്ട അർഹത ഇത്രയും വർഷങ്ങളായിട്ട് ശേഷം അതൊക്കെ ലഭിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതല്ലാതെ പോയി കയ്യെ പിടിച്ച് ബലമായിട്ട് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മളേതൊക്കെയാലും എവിടെയെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ പരാജയങ്ങളോ പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ എടുത്ത് പരിശോധിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവിടെയെല്ലാം നമ്മൾ ജയിച്ചെന്ന് ഞാനൊട്ട് പറയത്തുമില്ല. പക്ഷേ തീർച്ചയായിട്ടും സംഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുജനത്തിൻ്റെയും കൂടെ വേണമല്ലോ. അതുകൂടെയാണ് നമ്മളൊരു ജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് മാറ്റാൻ പറ്റും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്? അല്ലല്ലോ. ഇപ്പോൾ എത്രയോ മുന്നണികൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ മുന്നണിയുണ്ട്, ഈ പ്രാവശ്യം ആ മുന്നണിയിലേക്ക് പോകാം. അങ്ങനെ ഒരു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് ഒറ്റ നിലപാടുള്ളൂ, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാടിൽ എൻ്റെ ഉറച്ചു നിൽക്കും. അതിനകത്ത് വിജയവും പരാജയവും ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മുടേത്, പരാജയം ഉണ്ടാകുമ്പോൾ എല്ലാം അപ്പുറത്ത്. അങ്ങനെ പറയാൻ പറ്റും. ഈ പാലായിലെ ജനവിധി, പാലാ നിയമസഭ തെരഞ്ഞെടുപ്പിലൊക്കെ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അതല്ല, കേരള സംസ്ഥാനത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലായിടത്തും എന്താണ് ഉണ്ടായത് എന്നുള്ളത് വിലയിരുത്തും. പിന്നെ പലപ്പോഴും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ പ്രാദേശികമായ വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രാദേശിക വിഷയങ്ങൾ കറക്റ്റ് ചെയ്ത്